ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. കുറച്ച് ഡിലേ ആയി, ഒരു 2-3 വീക്കൊക്കെ ഡിലേ ആയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഫിഷ് ഇല്ല. ഒന്നാമത് നമ്മൾ ഗപ്പി ഫിഷാണ് ചെയ്യൽ. പക്ഷേ ഗപ്പീസ് കൊടുക്കാൻ അധികം ഇല്ല, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. പിന്നെ കണ്ടൻറ്റ് എന്തെങ്കിലും വേണ്ടേ, നല്ല വീഡിയോ ഇട്ട കാര്യമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫൈറ്റർ ഫിഷിൻ്റെ ബ്രീഡിംഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു മെയിലിനെയും ഒരു ഫീമെയിലിനെയും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക. ഒരു ആരോഗ്യമുള്ള ഒരു മെയിലിനെയും ഫീമെയിലിനെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാലമാൻഡറിൻ്റെ ബ്രീഡാണ്. ഒരു മെയിലും ഫീമെയിലും നമ്മളതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനമാണ്. നമ്മൾ ഓൾറെഡി ബ്രീഡ് ചെയ്യിച്ച ഒരു പെയറാണിത്. അപ്പോൾ തന്നെ നമുക്കധികം ബുദ്ധിമുട്ടില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിനെ നല്ലത് നോക്കി തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരെ ഒരു 4 ദിവസം നല്ലതുപോലെ ഫീഡ് കൊടുക്കണം. ലൈഫ് ഫീഡാണ് കൊടുക്കേണ്ടത്. ലൈഫ് ഫീഡ് കൊടുത്താൽ നല്ലതുപോലെ തന്നെ ആരോഗ്യം, കളർ വൈബ്രൻസൊക്കെ നന്നായിട്ട് കയറി വരും. പിന്നെ എഗ്ഗ് ലോഡാവൽ, എഗ്ഗൊക്കെ നല്ല രീതിക്ക് ലോഡാവും. ഫീമെയിലൊക്കെ നല്ല രീതിക്ക് ലോഡാവും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ സാലമാൻഡറിൻ്റെ മെയിലും ഫീമെയിലും ഇവരെ നമ്മൾ ഫുള്ള് ലൈഫ് ഫീഡാണ്, 3 നേരം ലൈഫ് ഫീഡാണ് കൊടുക്കൽ. കൂത്താടിയും പിന്നെ ബ്ലഡ് വേമും. കൂത്താടി എന്ന് പറയുന്നത് കൊതുകിൻ്റെ ലാർവയാണ് ഉദ്ദേശിച്ചത്. അത് രണ്ടും കൊടുത്തത് തന്നെ ഇവർക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ മേടിക്കുമ്പോൾ അത്ര കളർ ഉണ്ടായിരുന്നില്ല, ഇതിപ്പോൾ നല്ലതുപോലെ കളർ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീമെയിൽ നല്ല രീതിക്ക് എഗ്ഗ് ലോഡായിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻഫസൂരിയ കൾച്ചർ ചെയ്യാണ്. നമ്മൾ ആർട്ടിമയിലല്ല കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പോകുന്നത്, ഇൻഫസൂരിയയിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് തന്നെയാണ്, പൈസ അധികം ചിലവില്ലാത്ത പരിപാടിയാണിത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിഠായിയുടെ ഡപ്പ് എടുക്കുക. അതിൽ ഈ കാണുന്ന ഇല ഉണ്ടല്ലോ, അതിന് ഓമക്കായുടെ ഇല എന്നാണ് ഞങ്ങളവിടെ പറയുക. നിങ്ങളവിടെ എന്താ ഇല എന്നൊക്കെ അറിയില്ല, ഇല കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അതും പിന്നെ വാഴ ഇലയും നന്നായിട്ട് കഴുകിയിട്ട് ഈ ഡപ്പയിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം നിറച്ച് അതിലിട്ട് വയ്ക്കുക. ഒരു 3-4 ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇൻഫസൂരിയ കൾച്ചർ ആവുന്നതായിരിക്കും. ഇതിൻ്റെ മുകൾ ഭാഗം അടപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു തുണിയാണ്. തുണി വെച്ചിട്ട് കവർ ചെയ്യുക, കൊതുക് വന്ന് മുട്ടയിടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഫ്രിഡ്ജ് ബോക്സ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വലിയൊരു ടാങ്ക് സെറ്റാക്കി എടുക്കുക. അതിലേക്ക് അത്യാവശ്യം കുറേ വാഴയിലിട്ടിട്ട് അതിൽ നമ്മൾ ഇൻഫസൂരിയ കൾച്ചർ ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ച നമ്മൾ ബ്രീഡ് ചെയ്യുന്ന ബോക്സിൽ ഇൻഫസൂരിയ കൊടുത്ത് അതിനെ വളർത്തിയെടുത്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ഇറക്കി വിടാൻ പോകുന്നത്. ഇതിൽ നമ്മൾ അപ്പോൾ മൊയിനയും മിക്സ് ആക്കണം. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ മൊയിന മിക്സ് ആക്കേണ്ടത്. അപ്പോൾ അതുവരേക്കും ഇതിൽ നല്ല രീതിക്ക് ഇൻഫസൂരിയ ഫോം ആയിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇൻഫസൂരിയം തിന്നാം, മൊയിനയും തിന്നാം. അപ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് സെറ്റാക്കുക എന്നുള്ളതാണ്. അതിലേക്ക് അത്യാവശ്യം വെള്ളം നിറയ്ക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാന് മുറിച്ച കഷ്ണമാണ്. അതിലേക്ക് ഞാൻ അത്യാവശ്യം വെള്ളം എടുക്കുന്നുണ്ട്. അത് നിറയോളം വെള്ളം എടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു പോളിത്തീൻ്റെ കവർ, ഒരു നൈസായിട്ടുള്ള പോളിത്തീൻ്റെ കവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മുറിച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചിട്ട് അതിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചിരിക്കുകയാണ്. അത് നമ്മൾ എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മെയിൽ ബബിൾ ചെയ്യുന്നത് ഇതിൻ്റെ അടിയിലായിരിക്കും. അങ്ങനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കവർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അടിയിൽ ബബിൾ ഇട്ടോളും, ബബിൾ പൊട്ടിപ്പോകത്തില്ല. മറ്റേ ചില ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ബബിളിടും, ബബിൾ നന്നായിട്ടിടും, പക്ഷേ അത് പൊട്ടിപ്പോരും, പിന്നെ അടർന്നു പോരുകയൊക്കെ ചെയ്യും. അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പോളിത്തീൻ്റെ കവർ എടുക്കുക, അത് മെല്ലെ വെച്ച് കൊടുക്കുക, അത് നന്നായിരിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമ്മളതിലേക്ക് മെയിലിനെ ഇറക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മെയിലിനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. മെയിലിനെ ഇറക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫീമെയിലിനെ ഇറക്കി കൊടുക്കാൻ പാടുള്ളൂ. കാരണം മെയിലിനെ ബ്രീഡിംഗ് ബോക്സ് ഒന്ന് പരിചയം വേണ്ടിയിട്ടാണ് ആ ടൈം. അപ്പോൾ നമ്മളിനി ഫീമെയിലിനെ ഇറക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫീമെയിലിനെ നമ്മൾ ഒരു ജാറിലാണ് എടുത്തിട്ടുള്ളത്, ഒരു ചില്ലിൻ്റെ ജാറ്. ഇതേപോലെ തന്നെ നിങ്ങളും ഒരു വിസിബിളായിട്ടുള്ള മെയിലിൽ കാണാൻ പറ്റുന്ന ഒരു കുപ്പിയോ അല്ലെങ്കിൽ ജാറോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതിനെ ഇറക്കി കൊടുക്കുക. അതിലേക്ക് ഇറക്കി കൊടുക്കുന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഫീഡ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 4 hours ഇതിന് ബ്രീഡിങ്ങിന് ഇടാൻ പോകുന്ന ടൈമിൽ നല്ലതുപോലെ തന്നെ നമ്മൾ നോർമലി ഫീഡ് ചെയ്യുന്നതിനായിട്ടും കുറച്ചും കൂടി കൂടുതൽ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലഡ് വേമാണ്. എൻ്റെ ഗപ്പി പാത്രത്തിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുക.
ഇവർക്ക് തന്നെയാണ് ഇപ്പോൾ കൊടുക്കൽ. 2 നേരം വെച്ചിട്ട് ബ്ലഡ് വേമും പിന്നെ ഒരു നേരം കൂത്താടിയും അങ്ങനെയാണ് ഞാൻ ഇവിടെ ഫീഡ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ കൂത്താടി കൊടുത്താലും മതി, കൂത്താടി കൊടുത്താൽ മതി. ഒരു 3 നേരം വെച്ചിട്ട് തന്നെ കൂത്താടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്ലഡ് വേമാണ് കൊടുക്കുന്നത്. നന്നായിട്ട് ഫീഡ് ചെയ്യുക. നന്നായിട്ട് ഫീഡ് ചെയ്തതിന് ശേഷം മാത്രം ഫീമെയിലിനെ ബ്രീഡിംഗ് കേജിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 hours എടുക്കുന്നുള്ളൂ. കാരണം അത് ഓൾറെഡി പെയറായതാണ്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ബ്രീഡ് എടുത്താണ്, ഒരു വട്ടം എഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ന്യൂ പെയർ ആണെച്ചെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും ചുമ്മാ വെച്ചിരിക്കണം, മെയിൽ കാണുന്ന രീതിയിൽ. എന്നതിന് ശേഷം മാത്രം ഫീമെയിലിനെ തുറന്ന് വിടുക. അല്ലെങ്കിൽ ഭയങ്കര അടിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ തുറന്ന് വിടുമ്പോൾ നന്നായിട്ട് മെയിൽ ബബിൾ ടച്ച് ഉണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കണം. ബബിൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ബബിൾ ഇട്ടേക്കണവർ വെയിറ്റ് ചെയ്യുക. പിന്നെ ഫീമെയിലിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും പിടിച്ച് ഇതിക്കന്നെ ഇടുക കേട്ടോ. ടൈം കൊടുക്കണം. ടൈം കൊടുത്തേക്ക് അല്ലെങ്കിൽ അതിനെ കടിച്ച് പറിച്ചെടുക്കും. ഫീമെയിലിനെ തുറന്നു വിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു കാർബോണിൻ്റെ ചട്ടയും അല്ലെങ്കിൽ ഒരു ഷീറ്റോ വെച്ചിട്ട് നമ്മൾ ആ ബോക്സ് ഒന്ന് മറച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇവർക്ക് പ്രൈവസി അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാനൊന്നും പാടില്ല. ഒരു 4 hours ടൈം ഒരു എഗ് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ പ്രൈവസി കൊടുക്കണം, എന്നാലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും, പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ വന്ന് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് എഗ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടോർച്ചൊക്കെ എടുത്ത് നോക്കുക, നല്ല രീതിക്ക് തന്നെ അതിൽ എഗ് ഉണ്ടാവും. അപ്പോൾ എഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഫുള്ള് എഗ് ഇട്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഫീമെയിലിനെ പിടിച്ച് മാറ്റുക. ഫീമെയിലിൻ്റെ വയറ് ഒട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. എഗ്ഗിൻ്റെ കൗണ്ടും നോക്കിയാൽ മതി. എഗ്ഗിൻ്റെ കൗണ്ട് കുറവാണെന്ന് വെച്ചാൽ ഒരു കുറച്ച് നേരം കൂടി ഫീമെയിലിനെ അതിൽ തന്നെ ഇട്ടേച്ച് വയ്ക്കുക. അപ്പോൾ അതിന് ശേഷം മാത്രം നമ്മൾ ഫീമെയിലിനെ പിടിച്ച് മാറ്റുക. ഫീമെയിലിനെ പിടിച്ച് മാറ്റുമ്പോൾ അതിനെ ഇടുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിടുന്നത് നന്നായിരിക്കും. കാരണം അതിന് പരിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കല്ലുപ്പിട്ട് വെച്ചേക്കുക. ഇനി നമുക്ക് ഫീമെയിലിനെ നന്നായിട്ട് ഫീഡ് ചെയ്യണം. നന്നായിട്ട് തന്നെ അതിനെ ഫീഡ് ചെയ്യുക. അതിന് ശേഷം ഫീമെയിലിൻ്റെ റോള് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫുള്ള് മെയിലാണ് നോക്കുന്നത്. നമ്മുടെ എഗ്ഗ് വിരിയുന്നത് വരെ മെയിൽ അതിനെ തന്നെ നോക്കും. വിരിഞ്ഞ് കഴിഞ്ഞാലും മെയിൽ നോക്കും. അപ്പോൾ എഗ്ഗ് ഫുള്ള് അത് കൊണ്ടുവച്ച് അതിൻ്റെ മൗത്തിൽ വെച്ചിട്ടാണ് അത് ഫുള്ള് അത് ബബിളിൽ വെക്കുന്നത്. അതൊക്കെ കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ മെയിലിനെ ഫീഡ് ചെയ്യണം. മെയിലിനെ ഈ ദിവസങ്ങളിൽ ഒരു 2 days ഇത് വിരിയാൻ എടുക്കുന്ന ടൈം. അപ്പോൾ ഒരു 3 നേരം വെച്ച് തന്നെ ഫീഡ് ചെയ്യുക. ലൈഫ് ഫീഡ് തന്നെ കൊടുക്കുക. ലൈഫ് ഫീഡ് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 ദിവസം നമ്മൾ മെയിലിനെ ഫീഡ് ചെയ്യാൻ പാടില്ല. കാരണം ഈ മെയിലാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ട് അതിനെ കൊണ്ടുവയ്ക്കുന്നതൊക്കെ മെയിലാണ്. അപ്പോൾ അതിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. എന്നതിന് ശേഷം നന്നായിട്ട് അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ അടച്ചു വയ്ക്കുക. ഫീഡ് ചെയ്യുന്ന ടൈമിൽ മാത്രം തുറക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയി തുറക്കണ സ്വഭാവം നിർത്തുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ എഗ്ഗ് കഴിക്കാൻ സാധ്യതയുണ്ട്. അത് ചെയ്യും. ചില മെയിലുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളതിൽ 2-3 മെയിൽസിന് ആ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ ഫീഡ് ചെയ്യാൻ നേരത്ത് മാത്രം ഇത് തുറക്കുക, എന്നിട്ട് ഫീഡ് ചെയ്യുക, പോരുക. അത്രയേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്യണം. 2 ദിവസമാണ് ഇതിൻ്റെ എഗ്ഗ് വിരിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് വരാൻ വേണ്ടിയുള്ള സമയം. 2 ദിവസം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളിനി 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതേ നോക്കി നല്ലതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 300+ ഉണ്ടാവും. നല്ല രീതിക്ക് തന്നെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളെ ഫീമെയിൽ നല്ല രീതിക്ക് തന്നെ എഗ്ഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കണ്ടീഷനിങ്ങിൻ്റെ റിസൾട്ടാണ്. നമ്മളിപ്പോൾ ഈ ഒരു 3 ദിവസം കണ്ടീഷനിങ്ങിനെടുത്തു. ഇതിനിടാൻ ഒരു 3-4 ദിവസം നമ്മുടെ ഒരു 4-5 ദിവസത്തെ കഷ്ടപ്പാടിനുള്ള ഫലം ഇതാ ഇവിടെ കാണാം. നല്ല രീതിക്ക് തന്നെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിയത് നമ്മളിനി നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്യണം. ഒരു 3 ദിവസം മെയിൽ അതിനെ നല്ലതുപോലെ കെയർ ചെയ്തോളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. എഗ്ഗ് വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ മെയിൽ നന്നായിട്ട് എടുത്ത് ആ ബബിളിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നത് നമുക്കിവിടെ കാണാം. മെയിലിൻ്റെ ഇനി ഒരു 3 ദിവസം മെയിലിൻ്റെ ഭയങ്കര പണിയായിരിക്കും, പട്ടിപ്പണിയായിരിക്കും മെയിലിൻ്റെ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ മെയിലിനെ ഫീഡ് ചെയ്യരുത്. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വായിൽ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ എടുത്ത് വിഴുങ്ങാൻ ചാൻസ് ഉണ്ട്. ചില മെയിലുകൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഈ സാലമൻഡറിൻ്റെ മെയിൽ
അങ്ങനെ ഈ ടൈമിലൊന്നും അത് ഫീഡ് എടുക്കത്തില്ല. നമ്മളിപ്പോൾ കൊണ്ടുപോയി ഇട്ട് കൊടുത്താലും അത് ഫീഡ് ഒന്നും എടുക്കത്തില്ല. അങ്ങനത്തെ ഒരു മെയിലാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല മെയിൽസും ഉണ്ടാവും. അപ്പോൾ ഇനി 3 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാനുള്ളൂ. ഈ 3 ദിവസം മെയിലിൻ്റെ ദിവസമാണ്. മെയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമുക്കിനി 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഫസൂര്യ കൊടുത്തു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഫിഷൊക്കെ ഫ്രീസുമായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് മെയിലിനെ പിടിച്ച് മാറ്റാം. മെയിലിനെ പിടിക്കുമ്പോൾ അധികമൊന്നും വെള്ളം അനങ്ങാൻ പാടില്ല. എന്നാലും വെള്ളമൊക്കെ അനങ്ങും, അതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പരമാവധി വെള്ളമൊന്നും അധികം അനക്കാതെ കൈ കൊണ്ട് തന്നെ പിടിക്കാൻ ശ്രമിക്കുക. വല എന്നിട്ട് പിടിക്കരുത്, കുഞ്ഞുങ്ങളെ കൊടുക്കും. അപ്പോൾ കൈ കൊണ്ട് പിടിക്കാം. അപ്പോൾ കൈ കൊണ്ട് പിടിച്ചിട്ട് മെല്ലെ നമുക്കതിനെ മാറ്റാം. ഞാനിവിടെ എടുത്ത് മാറ്റുന്നുണ്ട് ഒരു ചെറിയ പാത്രത്തേക്ക് തന്നെ. അതിൽ നമ്മൾ ഗപ്പി ഫ്രൈനെയാണ് അതിലിട്ടിരുന്നത്. അതൊക്കെ ഇപ്പോൾ വലുതായപ്പോൾ ഞാൻ പിടിച്ച് മാറ്റിയാണ്. അതിൽ തന്നെ നല്ല രീതിക്ക് ബ്ലഡ് വർമിൻ്റെ കൾച്ചറും ഉണ്ട്. അപ്പോൾ മെയിൽ അതൊന്ന് അതിനെ കഴിച്ചോളും. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഫീഡുണ്ട്. മെയിലിനെ ഇനി നമുക്ക് അതിലേക്ക് പിടിച്ച് മാറ്റാം. മെയിലിനെ പിടിച്ച് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ഫ്രൈസ് പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈയൊന്ന് വെള്ളത്തിൽ അങ്ങനെ മുക്കി വെച്ചേക്കുക. അപ്പോൾ ഫ്രൈസ് അതിൽ പൊയ്ക്കോളും. പിന്നെ പിടിച്ചിട്ടാൽ മതി. മെയിൽ തിന്നൊന്നുമില്ല, ആ പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈസിനെ കെയർ ചെയ്യണം. ഫ്രൈസിന് നമ്മൾ ഇനി തീറ്റ കൊടുത്ത് തുടങ്ങണം. മെയിൽ ഇവിടെ ഫുഡ് എടുക്കുന്നുണ്ട്. മെയിൽ അതിൽ ബ്ലഡ് വേം ഉണ്ട്, അതുകൊണ്ട് തന്നെ മെയിൽ അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഇനി മെയിലിനെ കുറിച്ചിട്ട് വെറിയിടാവണ്ട. മെയിൽ അതിൽ നിന്ന് ഫുഡ് എടുത്ത് അത് സെറ്റായിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രൈസിനെ കെയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനിയാണ് നമുക്ക് ഇൻഫസൂര്യ ഫീഡ് ചെയ്യേണ്ടത്. ഇൻഫസൂര്യ നമ്മൾ മുമ്പ് കൾച്ചർ ചെയ്ത് വെച്ച പാത്രത്തിൽ നിന്ന് കുറച്ചെടുക്കുക. ഞാൻ അതിൽ നിന്ന് എടുക്കാൻ പോവാണ്. നമുക്ക് മറ്റേ ജാറുണ്ടല്ലോ, ഫീമെയിലിനെ ഇറക്കി കൊടുത്ത ജാറിൽ തന്നെ ഞാൻ ഇൻഫസൂര്യ എടുത്തിട്ട് അങ്ങനെ ഫീഡ് ചെയ്യാൻ പോവാണ്. നമ്മളിങ്ങനെ ഒരു എത്ര ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തോളം നമ്മളിങ്ങനെ ഫീഡ് കൊടുത്ത് വിടുക. 4-5 ദിവസം കൊടുക്കുക. ഇങ്ങനെ ഫീഡ് ചെയ്യുക. ഒരു 3 നേരം വെച്ചിട്ട് ഫീഡ് ചെയ്യുക. ഓവറായി ഫീഡ് ചെയ്യരുത്. ഒരു നേരം തന്നെ കുറേ കൊടുത്ത് വീണ്ടും കുറേ കൊടുത്ത് അങ്ങനെ കൊടുക്കാൻ നിൽക്കരുത്. കുറേശ്ശെ കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓവർ ഫീഡ് ചെയ്യുമ്പോൾ പിന്നെ ഇവർക്ക് കഴിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവില്ല. മറ്റേത് നമ്മൾ കുറേശ്ശെ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് കഴിച്ചോളും. ഇവർക്ക് കഴിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും. മറ്റേ ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനുള്ളതുകൊണ്ട് കഴിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ മറ്റേ ഗ്രോത്ത് കിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ ഫീഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ഇൻഫസൂര്യ ഫസ്റ്റ് നമ്മൾ ഇത് കാണണം. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ വീഡിയോ ക്ലിപ്പിൽ ഉൾപ്പെടുത്താം. അത് ഞാൻ ഉൾപ്പെടുത്താം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അതിൽ നിന്ന് ആ വെള്ളം എടുക്കുക. ഏത് നമ്മൾ ഇൻഫസൂര്യ കൾച്ചർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ വെള്ളം എടുത്തതിന് ശേഷം ഒരു ടോർച്ച് എന്തെങ്കിലും മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ലൈറ്റ് കത്തിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റാൾ മേലെ വന്നിങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ നമുക്ക് ഫില്ലറോ സിറിഞ്ചോ വെച്ച് വലിച്ചെടുക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഫുൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഞാൻ അവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തത്. അതത്ര നല്ലതല്ല. വെള്ളം പരമാവധി കുറയ്ക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ റിസ്കിൽ മാത്രമാണ്. നിങ്ങളുടെ റിസ്കിൽ ചെയ്യുക, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ സിറിഞ്ച് വെച്ചിട്ട് പയ്യെ ഒഴിച്ചു കൊടുക്കുക ഇൻഫസൂര്യ. പിന്നെ പരമാവധി നമുക്കൊരു 5 ദിവസം വരെ ഫീഡ് ചെയ്യാം. അതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ആ ഫ്രിഡ്ജിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. നമ്മൾ അതിനുള്ള ക്ലിപ്സ് നമ്മൾ എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഇത്ര ഇതിൽ വീഡിയോ നിർത്താനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ മൊയിനെയും ചേർത്ത് കൊടുക്കുക. മൊയിനെയും കുറച്ച് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഫ്രിഡ്ജ് ബോക്സിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫിഷിനെ ഇറക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അതിൽ വല്ലാണ്ട് ശ്രദ്ധിക്കണം. ഒരു നേരം വെച്ചിട്ട്, പറ്റുമെങ്കിൽ ഒരു നേരം വെച്ചിട്ട് നമ്മൾ ഇൻഫസൂര്യ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഫുഡ് കുറയാൻ പാടില്ല. ഫുഡ് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾ മുരടിക്കും, ചെറുതായി തന്നെ ഇരിക്കും, വല്ലാണ്ട് വളർച്ച കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടായിരിക്കണം എപ്പോഴും അതിൽ. അപ്പോൾ ഇൻഫസൂര്യ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം മൊയിനെ നമ്മൾ അതിൽ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊയിനെ ഇൻഫസൂര്യ തിന്നിട്ടാണ് മൊയിനെ കൾച്ചറാവുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻഫസൂര്യയുടെ അളവും കുറയാൻ പാടില്ല. കാരണം ചെറിയ ഫ്രൈസ് അതിലെന്തായാലും ഉണ്ടാവും. ഫൈറ്ററിൻ്റെ നന്നായിട്ട് ഫീഡ് എടുക്കുന്നത് പെട്ടെന്ന് വളരും, ഫീഡ് എടുക്കാത്തത് ചെറുത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഫസൂര്യ കുറയാതെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു 10 ഡേയ്സ്, ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മൾ മാറ്റിയിടുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് വലുതിനൊക്കെ നോക്കിയിട്ട് മാറ്റിയിടുന്നത് നന്നായിരിക്കും. ഞാനതൊന്നും ഇതിൽ ക്ലിപ്സൊന്നുമില്ല, ഞാൻ ചുമ്മാ വായോണ്ട് പറയുകയാണ്.
അപ്പോൾ നിങ്ങളത് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിടുക. അപ്പോഴത്തേനും വളർച്ച ഉള്ളതും വളർച്ച ഇല്ലാത്തതും നമുക്ക് കാണാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത്രയ്ക്കുള്ള വളർച്ച വന്നിട്ടുണ്ടാവും. അതിനൊക്കെ മാറ്റിയിട്ടിട്ട് നമ്മൾ മൊയിന കൊടുക്കുക. മൊയിന മാത്രം അതിന് ഫീഡ് ചെയ്യുക. ഇൻഫസൂരിയ പയ്യെ ഒഴിവാക്കുക. ബാക്കിയുള്ളതിനെ വീണ്ടും നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഒരു 3-4 ദിവസത്തെ കഷ്ടപ്പാടാണിത്. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നത് സെയിൽ വീഡിയോ തന്നെ ആയിരിക്കും. നമ്മൾ ഈ ചാനൽ പരമാവധി അങ്ങനെയാണ് ചെയ്യുന്നത്, സെയിൽ വീഡിയോ മാത്രമേ നമ്മൾ ചെയ്യലുള്ളൂ. ഇനി നമ്മുടെ ഫാമിൻ്റെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇടാനൊരു മടി. അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.